എൻ്റെ നല്ലയമ്മ. പരിശുദ്ധരാജ്ഞി കരുണ തന്നമ്മേ സ്വസ്തി നിനക്കെന്നും സ്വസ്തി. പരിശുദ്ധരാജ്ഞി കരുണ തന്നമ്മേ സ്വസ്തി നിനക്കെന്നും സ്വസ്തി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഞങ്ങളെ തൃക്കൈകളിൽ ഞങ്ങളർപ്പിക്കുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഞങ്ങളെ തൃക്കൈകളിൽ ഞങ്ങളർപ്പിക്കുന്നു. പരിശുദ്ധരാജ്ഞി കരുണ തന്നമ്മേ സ്വസ്തി നിനക്കെന്നും സ്വസ്തി. എൻ്റെ നല്ലയമ്മ. എൻ്റെ നല്ല അമ്മ എന്ന പ്രോഗ്രാമിലൂടെ ശാലോം പ്രേക്ഷകരോട് പരിശുദ്ധമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ധാരാളം കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഈശോയോട്. എൻ്റെ നല്ലയമ്മ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ധ്യാനമെല്ലാം കൂടി നല്ലൊരു കൂട്ടായ്മ ബന്ധത്തിലൊക്കെ ആയി. അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് പഠിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഈ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഒരു കുറവുണ്ടായി. ഞാൻ അവിടെ പോയി താമസിച്ചത് ഒരു നോൺ കാത്തലിക് ഹോസ്റ്റലിലായിരുന്നു. അവിടെ പക്ഷേ പ്രാർത്ഥിക്കുന്ന കുറേ കൂട്ടുകാരെ കിട്ടി. പക്ഷെ കിട്ടിയതെല്ലാം അകത്തോലിക്കരായിരുന്നു. അകത്തോലിക്കരായിട്ടുള്ള പ്രാർത്ഥിക്കുന്ന കുറേ കൂട്ടുകാരെ കിട്ടിയെങ്കിലും അവരിലൂടെ എനിക്ക് കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള പഠനങ്ങളുടെ ഒരു സ്വാധീനം എൻ്റെ ജീവിതത്തിലേക്ക് വരാനിടയായി. ഇതെനിക്ക് കുറേ വിഷമങ്ങളുണ്ടാക്കി. കുറേ ചോദ്യങ്ങളും കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായ ചില പഠനങ്ങളും അതിൻ്റെ സ്വാധീനങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടായി. പതുക്കെ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു അടുപ്പത്തിൽ നിന്നൊക്കെ അല്പം മാറി. കൊന്ത ചെല്ലൽ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെയായി. അവരുടെ പ്രാർത്ഥന കൂട്ടായ്മകളിലൊക്കെ ഞാൻ ഈ കൂട്ടുകാരുടെ സ്വാധീനം വഴി പോയി. അവരൊക്കെ എന്നോട് ചോദിച്ച ചില ചോദ്യമുണ്ട്. രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. പക്ഷേ പിന്നീട് കുറേ കൺഫ്യൂഷൻസായി. അവർ ചോദിച്ചു സ്നാനപ്പെടണ്ടേ? ഇതെനിക്ക് വലിയ കൺഫ്യൂഷനായി. ഞാനിങ്ങനെ കാത്തിരിക്കുക. ഇവരുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെല്ലാം പോയിട്ട് ഒരു ദിവസം ഞാൻ തിരിച്ചു വരുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ശബ്ദം എന്നോട് സംസാരിച്ചു. അതൊരു സ്ത്രീ ശബ്ദമാണ്. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അത് പരിശുദ്ധാമ്മയുടെ ശബ്ദമായിരുന്നെന്ന്. അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ സഭയെക്കുറിച്ച് പഠിക്കാതെ നീ എങ്ങോട്ടും തിരിയരുതെന്ന്. ഇതെൻ്റെ ഉള്ളിൽ വലിയൊരു ഉന്മേഷം ഉണർത്തി. എൻ്റെ സഭയെക്കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. പേഴ്സണൽ പ്രെയറൊക്കെ ഉള്ള സമയമാണ്. എനിക്ക് സിംഗിൾ റൂമൊക്കെ ആയിരുന്നു ആ ഹോസ്റ്റലിൽ. അതുകൊണ്ട് ധാരാളം പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. ഈശോയോട് ഇങ്ങനെ പേഴ്സണൽ പ്രെയർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈശോയോട് ഒരു കാര്യം ചോദിച്ചു. ഈശോയെ, കൊന്ത ചെല്ലേണ്ടത് ആവശ്യമാണോ? കൊന്ത ചെല്ലേണ്ടത് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കൊന്തയൊന്നുമില്ല. 1980-കളിലാണ്. അപ്പോൾ ഞാൻ കൊന്ത ഉപയോഗിക്കാറില്ല. കഴുത്തിൽ കൊന്തയില്ല. എൻ്റെ കയ്യിലൊരു കൊന്ത പോലും ഇല്ലാത്തൊരു കാലം. കോളേജിലെ ഹോസ്റ്റലൊന്നും അവിടെ ആരും കൊന്ത തരാനില്ല. പക്ഷേ എനിക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. അത് ഈശോയുടെ ഇഷ്ടമാണെങ്കിൽ ഈശോ എനിക്കൊരു കൊന്ത ഈ ദിവസങ്ങളിൽ തന്നെ കിട്ടണം എന്ന് ഞാനങ്ങ് പറഞ്ഞു. അടുത്ത ദിവസം ഞാനൊരു ട്യൂഷന് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുക. ഈ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ ഞാനൊരു ബസ്സിൽ കയറാനായിട്ട് തുടങ്ങി.
ഉടനെ എനിക്കൊരു ശബ്ദം കേട്ടു, അടുത്ത ബസ്സിൽ കയറുകയാണ്. ഉടനെ ഞാൻ അനുസരിക്കാൻ തീരുമാനിച്ചു. ഞാൻ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ തിരുവനന്തപുരം മുട്ടടയിലേക്കുള്ള ബസ്സാണ്. മുട്ടടയിലുള്ള ബസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി 2 മാസമായി എനിക്ക് വേണ്ടി ഒരു നേഴ്സ് ചേച്ചി ഒരു പാഴ്സൽ അയച്ചിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞു അഡ്രസ്സ് മേടിച്ചിട്ട് എനിക്ക് വേണ്ടി അയക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു പാഴ്സലാണ്. ഈ പാഴ്സൽ മുഴുവൻ മാതാവിനെക്കുറിച്ചുള്ള ഈ ലീഫ്ലെറ്റ്സ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഈ നോൺ കാത്തലിക് ബന്ധം കൊണ്ട് ഈ ലീഫ്ലെറ്റ്സ് ഒന്നും എടുക്കാതിരിക്കുക. എനിക്കറിയാം, അതുകൊണ്ടാണ് അത് വായിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് എടുക്കാതിരിക്കുക. പക്ഷേ കർത്താവ് അത് പോയി എടുക്കണമെന്ന് ആഗ്രഹിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ തന്നെ ആ ബസ്സിൽ കയറി അവിടെ പോയി ഒരു ആശുപത്രിയിൽ ഈ ചേച്ചിയുടെ അങ്കിള് ഡോക്ടറുടെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഞാൻ അവിടെ ചെന്നു, ഞാൻ എന്നെ പരിചയപ്പെടുത്തി. അപ്പം തന്നെ ഡോക്ടർ ചോദിച്ചു എന്തേ ഇത്ര നാളും വരാത്തെന്ന് ചോദിച്ചു. ഈ പാഴ്സൽ എടുത്ത് കൈ തന്നു. പാഴ്സൽ ഞാൻ റൂമിൽ കൊണ്ടുവന്ന് ഞാൻ പൊട്ടിച്ചപ്പോഴേ എനിക്കറിയാം മുഴുവൻ മാതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചുള്ള കുറേ ലീഫ്ലെറ്റ്സുകളാണ്. എല്ലാം നോക്കി ഒത്തിരി പേപ്പർ കട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു പ്ലെയിൻ കവർ, ആ പ്ലെയിൻ കവർ ഞാനൊന്ന് പൊട്ടിച്ചു. പ്ലെയിൻ കവർ പൊട്ടിച്ചപ്പോൾ ഒരു കൊന്ത ചാടി വന്നു. അന്ന് മുതൽ ഞാൻ ആ കൊന്ത ഇടുമായിരുന്നു, കൊന്ത ചെല്ലുമായിരുന്നു. എനിക്ക് മാതാവിനോടുള്ള കൊന്ത ചെല്ലുക എന്നുള്ളത് ഈശോയുടെ ഇഷ്ടമാണെന്ന് എനിക്ക് അന്ന് ബോധ്യപ്പെട്ടു. അതെനിക്കൊരു വ്യക്തിപരമായ അനുഭവമായിട്ട് എനിക്ക് മനസ്സിലായി. മറ്റൊരു കാര്യം, രക്ഷിക്കപ്പെട്ടതാണോ അവർ ചോദിച്ചു. മാതാവിനെ അവരൊക്കെ തള്ളിപ്പറയുന്ന കേട്ടിട്ട് എനിക്ക് മാതാവിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ മാതാവിൻ്റെ സ്തുതികീർത്തനം, പരിശുദ്ധ അമ്മയുടെ സ്തുതികീർത്തനം വായിക്കുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സ്തുതികീർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ സ്തുതികീർത്തനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി സംസാരിച്ചൊരു കാര്യം ഇതാണ്: രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന ആദ്യത്തെ ആൾ പരിശുദ്ധമ്മയാണ്. ഈ രക്ഷകനെ തിരിച്ചറിഞ്ഞ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു പരിശുദ്ധമ്മ പറയുന്ന ആ സ്തുതികീർത്തനത്തിലെ ആ വചനം, ഇത് അമ്മ സ്തുതിഗീതം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രക്ഷകൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന രക്ഷകനെ അപ്പോൾ തന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് ഈശോ എൻ്റെ രക്ഷകനാണ്, ഈ രക്ഷകനിൽ ഞാൻ ആനന്ദിക്കുന്നു, അവൻ എൻ്റെ കർത്താവാണ് എന്ന് വിളിച്ച് പറഞ്ഞ് ആദ്യം രക്ഷ ഉദ്ഘോഷിച്ചത് പരിശുദ്ധമ്മയാണ്. രക്ഷിക്കപ്പെട്ടത് പരിശുദ്ധമ്മയാണ്. കത്തോലിക്ക സഭയുടെ അമ്മയായ, നമ്മളോരോ കത്തോലിക്ക വിശ്വാസികളുടെ അമ്മയായ പരിശുദ്ധ അമ്മയാണ് ആദ്യമായി രക്ഷിക്കപ്പെട്ടയാൾ, ആദ്യമായ രക്ഷയുടെ അനുഭവം ലോകത്തോട് പങ്കുവെച്ചയാൾ. ഇതെനിക്ക് ശക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയോട് എനിക്കുള്ള എല്ലാ ഇഷ്ടക്കേടും മാറിയിട്ട് മറ്റ് സഭക്കാരുടെ അവരുടെ എല്ലാം വാക്കുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ അതെല്ലാം ഞാൻ മാറിയിട്ട് ഞാൻ പരിശുദ്ധമ്മയ്ക്ക് എൻ്റെ ജീവിതം ഞാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥനായിട്ട് സമർപ്പിച്ചു. അങ്ങനെ പരിശുദ്ധമ്മയോട് എനിക്കൊരു വലിയ സ്നേഹം എൻ്റെ ജീവിതത്തിൽ ആരംഭിച്ചു. എനിക്ക് കുറേ അസ്വസ്ഥതകളുണ്ടായിരുന്നു. തലവേദന, വയറ് പ്രശ്നം, അങ്ങനെയൊക്കെ കുറേ കാരണം കണ്ടുപിടിക്കാൻ പറ്റാതെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയ ഒരു രോഗങ്ങളായിരുന്നു. ഒരിക്കലൊരു മഞ്ഞപ്പിത്തം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ ഒരു സുബോധമില്ലാതെ ഒരു ദിവസം സംസാരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ സംസാരിച്ചപ്പോൾ ഫിസിഷ്യൻ പറഞ്ഞു ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഒരു ദിവസം മുഴുവൻ എനിക്കൊരു അലൂസിനേഷൻസും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളും ഉറക്കമില്ലായ്മയും അവസരം ഉറങ്ങുമ്പോഴെല്ലാം ഭയപ്പെടുന്ന സ്വപ്നങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അവസാനം എറണാകുളത്തൊരു ഡോക്ടറെ കണ്ടു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു കൗൺസിലിംഗ് വേണം, എനിക്ക് ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ അതുപോലെയൊക്കെ എന്തൊക്കെ അവസ്ഥകളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ വിളിച്ചു. സൈക്കാട്രിസ്റ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പറഞ്ഞു ഇത് മെൻ്റൽ ഡിപ്രഷനാണ്, മരുന്ന് കഴിച്ചാൽ മതിയെന്ന്. എനിക്ക് ആ ദിവസത്തിലുണ്ടായ ഭയപ്പെടുന്ന ചില സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഉറക്കമില്ലാതെയായി. കുറച്ച് ദിവസത്തേക്ക് മരുന്ന് തന്നു, ഡോക്ടർ പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്നിട്ട് എനിക്ക് ഉറക്കമില്ല. വീണ്ടും ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഏതാണ്ട് ഒരു 6 മാസക്കാലത്തേക്ക് എനിക്ക് മരുന്ന് കഴിച്ചാൽ മാത്രം ഉറക്കം കിട്ടുകയുള്ളൂ എന്നൊരവസ്ഥ വന്നു. ഒരു ദിവസം ഞാൻ മാതാവിനോട് കരഞ്ഞു, അമ്മേ, പരിശുദ്ധ അമ്മേ, ഞാനൊരു പ്രാർത്ഥനക്കാരനാണ്, കരിസ്മാറ്റിക്കാണ്, ജീസസ് യൂത്താന്നൊക്കെയാണ് നാട്ടിലെല്ലാം പറയുന്നത്. എന്നിട്ട് എനിക്കിപ്പോൾ മരുന്ന് കഴിച്ചാൽ മാത്രം ഉറക്കം വരുള്ളൂ എന്നൊരവസ്ഥ. അമ്മ, എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് എന്നെ അമ്മ വിടുവിക്കണം, അമ്മ എനിക്കിന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്നത് പോലെ ഞാൻ തലോണയിൽ വെച്ചിട്ട്
അമ്മയുടെ മടി കിടക്കുന്ന പോലെ ഭാവന കണ്ടിട്ട് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞവരെ ആരംഭിച്ചു. അമ്മ എനിക്കിന്ന് ഉറക്കം കിട്ടിയേ പറ്റും, ഞാൻ മരുന്ന് കഴിക്കത്തില്ല. അന്ന് 10 നന്മ നിറഞ്ഞവരെയും പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഞാൻ ഉറങ്ങുകയും ചെയ്തു എന്ന് മാത്രമല്ല, പിന്നീട് ഏതാനും നാളുകൾക്ക് ശേഷം എനിക്ക് തലയിൽ ട്യൂമറാണെന്ന് കണ്ടുപിടിച്ചു. അന്നത് കണ്ടുപിടിക്കുന്ന അന്ന് ഞാൻ സുഖമായിട്ട് കർത്താവ് പരിശുദ്ധമ്മ അന്ന് തന്ന ഉറക്കം എനിക്ക് വീണ്ടും ഉറങ്ങാൻ കഴിഞ്ഞു. പിന്നീട് ഈ ട്യൂമർ സർജറിക്ക് പോയി. സർജറിയുടെ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി തലേ ദിവസം. വീണ്ടും അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ട്യൂമർ കണ്ടെത്തി, വീണ്ടും സർജറി. അങ്ങനെ 3 പ്രാവശ്യം ട്യൂമർ സർജറിയും കണ്ടെത്തലും ഒക്കെ ആയിട്ട് നടന്നു. പക്ഷേ എല്ലാ ദിവസവും ഞാൻ ഉറങ്ങാനായിട്ട് പരിശുദ്ധമ്മ കൃപ തന്നു. അമ്മ തന്ന ആ ഉറക്കം ഇന്ന് വരെയും നഷ്ടപ്പെട്ടിട്ടില്ല. സുഖമായിട്ട് ഉറങ്ങാൻ എത്ര പ്രശ്നങ്ങളുള്ളപ്പോഴും അമ്മയുടെ മടി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ അങ്ങനെ ഒരു പരിശീലനം പരിശുദ്ധമ്മ എനിക്ക് തന്നു. അമ്മയുടെ മടിയിൽ കിടന്ന ഇടയ്ക്ക് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ മടി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന അങ്ങനെ അമ്മയുടെ ഒരു മാതൃസ്നേഹത്തിൻ്റെ കൃപ നിറഞ്ഞ് ജീവിക്കാനായിട്ടുള്ള ഒരു അനുഭവം എൻ്റെ അമ്മ എനിക്ക് തരികയും പരിശുദ്ധമ്മയോട് എനിക്കൊരു വലിയ സ്നേഹവും സമർപ്പണവും ഉണ്ടാവുകയും ചെയ്തു. എൻ്റെ ഞാൻ കോളേജിൽ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നപ്പോൾ സിംഗിൾ റൂമായിരുന്നു. അത് കാരണം എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ജീസസ് യൂത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചു. എൻ്റെ യുവത്വത്തിൻ്റെ സ്വാധീനവും ഒക്കെ കൊണ്ട് എനിക്ക് വിശുദ്ധി പറ്റുന്നില്ല എന്നൊരു പരാതി പരിശുദ്ധമ്മയോട് പറഞ്ഞു. അമ്മ എനിക്ക് നല്ല വിശുദ്ധി വേണം, എനിക്ക് വിശുദ്ധി ഇല്ലെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥന പരിപാടിയൊക്കെ നിർത്തുവാന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എനിക്ക് പരിശുദ്ധമ്മയെ വിശുദ്ധി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ വിശുദ്ധി തരണം, വിശുദ്ധി ദാനമായിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ആത്മീയ ജീവിതത്തിൽ തുടരാം, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകാമെന്നൊക്കെ ഈശോയോടും തർക്കിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം, ആ സ്വപ്നം വലിയ സുഖാനുഭൂതിയുള്ള സ്വപ്നം. ഞാൻ ഉണരാൻ നോക്കിയിട്ട് എനിക്ക് ഇത് ഉണരാൻ പറ്റുന്നില്ല. ഞാൻ എന്നെ തന്നെ ഞുള്ളി നോക്കുന്നുണ്ട്, ഇതെന്താ സംഭവിക്കുന്ന അറിയത്തില്ല. വലിയൊരു സുഖാനുഭൂതി. അടുത്ത നിമിഷം ഞാൻ കാണുന്നത് പരിശുദ്ധമ്മ ഉണ്ണീശോയുമായിട്ട് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ തലയുടെ ഭാഗത്തായിട്ട് ആ ഭിത്തിയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതാണ്. റിയലായിട്ടുള്ള പരിശുദ്ധമ്മയാണ് സ്വപ്നത്തിൽ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. വലിയ സുഖാനുഭൂതിയാണ്. അടുത്ത നിമിഷം യൗസേപ്പിതാവ് ഉണ്ണീശോയായിട്ട് നിൽക്കുന്നു. പരിശുദ്ധമ്മയെ ഞാൻ കാണുന്നില്ല. ഞാൻ പരിശുദ്ധമ്മ എവിടെയാണെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കുമ്പോൾ അതാ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് പരിശുദ്ധമ്മ വന്ന് നിൽക്കുക. പരിശുദ്ധമ്മ ഒരു വലിയ പൂവിൽ നിന്ന് കേടുകളോ അശുദ്ധിയോ എന്തൊക്കെ എടുത്തു മാറ്റുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ സ്വപ്നം അവസാനിച്ചു. പക്ഷേ ഈ സ്വപ്നത്തിൻ്റെ ഒരു അനുഭവം ഒരാഴ്ചയിൽ കൂടുതലോ അതിൻ്റെ അഭിഷേകമോ എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു പ്രത്യേക അനുഭവം വളരെ നാൾ നിന്നത്. ഞാനപ്പോൾ എൻ്റെ ഗൈഡൻസൊക്കെ തരുന്ന ചില സിസ്റ്റർമാരെ പോയി കണ്ടു, നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ്. അവരുടെ അടുത്ത് ഞാൻ ഈ അനുഭവമെല്ലാം പങ്കുവച്ചപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, വിശുദ്ധി എന്നുള്ള കൃപ സജിക്ക് തരികയാണ്. ഇതിന് മുമ്പൊരു പിന്നാമ്പുറമുണ്ട്. ഞാൻ ഈശോയോട് തർക്കിച്ചിട്ടുണ്ട്, ഈശോയെ വിശുദ്ധന്മാരൊന്നുമില്ല, വിശുദ്ധന്മാരൊന്നും ആകാൻ പറ്റത്തില്ല, എന്നെപ്പോലൊക്കെ എല്ലാവരും ചിന്തിക്കുന്നതെന്നൊക്കെ ഒരു തർക്കമുണ്ടായിരുന്നു. പക്ഷേ ഈ അനുഭവം കഴിഞ്ഞിട്ട് എനിക്ക് കുറേ മാറ്റം വന്നു. ഞാൻ തന്നെ പറയാൻ തുടങ്ങി, വിശുദ്ധന്മാർ ഉണ്ടായിട്ടുണ്ട്, ഇനിയും വിശുദ്ധന്മാരുണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് ഞാൻ സമ്മതിച്ചു. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ കൃപയാൽ നമുക്ക് വിശുദ്ധരാകാൻ പറ്റുമെന്നൊരു ബോധ്യം എനിക്ക് അന്ന് ആ അനുഭവത്തിലൂടെ ഉണ്ടായി. ഇതിൻ്റെ മറ്റൊരു കാര്യം, 13 വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ ന്യൂറോ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ICUവിൽ കിടക്കുമ്പോൾ, ICUവിൽ ഞാൻ ബെഡിൽ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാനൊരു വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ICUവിൻ്റെ അകത്ത് ഫ്രെയിം ചെയ്തിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അതേ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള കണ്ടിട്ടുള്ള യൗസേപ്പിതാവ് ഉണ്ണീശോയും. ഞാൻ ആ യൗസേപ്പിതാവ് ഉണ്ണീശോയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നാണോ പുറത്തു നിന്നാണോ എന്ന് എനിക്കറിയില്ല, ഒരു ശബ്ദം, ഇപ്പോഴാണ് ആ സമയം എന്ന് കേട്ട ഉടനെ 13 വർഷം മുമ്പ് എനിക്കുണ്ടായ ആ ദർശനം എൻ്റെ മനസ്സിലേക്ക് വന്നു. പരിശുദ്ധമ്മ വന്ന ആ പൂവിൽ നിന്ന് അശുദ്ധിയെല്ലാം ഇങ്ങനെ എടുത്തു മാറ്റുന്നത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഈ ന്യൂറോ സർജറിയെക്കുറിച്ച് 13 വർഷം മുമ്പ് പരിശുദ്ധമ്മയും യൗസേപ്പിതാവും ഉണ്ണീശോയും കൂടെ സ്വപ്നത്തിൽ സന്ദർശിച്ച് എനിക്ക് നേരത്തെ അറിവ് തന്നിരുന്നു. അതെനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിലും ആ സർജറിയുടെ സമയത്ത് എനിക്കിത് മനസ്സിലായത്. എനിക്ക് എന്തുകൊണ്ടെന്നുള്ള കാരണങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിച്ചു.
ഇതിലൂടെ കടന്നു പോകണമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധേമ വന്ന് വെളിപ്പെടുത്തി തന്ന് നേരത്തെ തന്നെ അറിയിച്ചതും ഇപ്പോൾ അത് കൃത്യമായി എനിക്ക് ബോധ്യപ്പെടുത്തി തന്നതും എൻ്റെ ജീവിതത്തിലെ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകണമെന്ന് പദ്ധതിയുള്ളതായിട്ട് മനസ്സിലാക്കാനും സന്തോഷത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കാനും ഇടയായി. എൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ എബ്രാഹത്തോട് ദൈവം പറയുന്നൊരു വചനമുണ്ട് 12-ാം അധ്യായത്തിൽ. നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. ഒരിക്കലും ഈ വചനം എന്നോട് കർത്താവ് സംസാരിക്കുന്നതല്ല തോന്നിയിട്ട് എനിക്ക് വലിയൊരു അനുഭവമായി. അപ്പോൾ ഈ വചനം ഞാൻ സ്വന്തമായിട്ട് സ്വീകരിച്ചൊരു വചനമാണ്. കർത്താവ് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി നീ ഒരു അനുഗ്രഹമാണ്. മറ്റു പല അനുഭവങ്ങളിലൂടെയും കടന്നു പോയപ്പോഴെല്ലാം കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് അന്ന് തന്ന വാഗ്ദാനം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ, നീ ഒരു അനുഗ്രഹമാണെന്ന്. ഒരിക്കൽ ഈ വചനം ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് കർത്താവ് ഉത്തരം തന്നത് ഞാൻ ഓർക്കുന്നു. അതായത് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഞാൻ ആ വചനഭാഗങ്ങൾ വായിച്ചുകൊണ്ട് വരികയാണ്. വചനഭാഗങ്ങൾ വായിച്ചുകൊണ്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മ അനുഗ്രഹീതയാണെന്ന് പ്രഖ്യാപിക്കുന്ന വചനഭാഗത്തിലൂടെ ഞാൻ വന്നു. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവർ, നിൻ്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ ഈ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത എന്താ, അതൊരു മടുപ്പല്ലേ എന്നൊക്കെ എൻ്റെ ചോദ്യങ്ങളൊക്കെ ഉയർന്നൊരു കാലത്താണ് എനിക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ചിന്ത തന്നത്. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ എബ്രാഹത്തോട് പറഞ്ഞ കർത്താവ് എനിക്ക് തന്നതായിട്ടുള്ള ആ സന്ദേശം ഞാൻ ഓർത്തു. എബ്രാഹത്തെ അനുഗ്രഹമായിട്ട് ഉയർത്തി ദൈവം. അപ്പോൾ എബ്രാഹത്തോട് പറയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാണ്, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം ഓർക്കുകയും കർത്താവ് എന്നോട് പറയുന്നത് പോലെ തോന്നുകയാണ്. ഈ പുതിയ നിയമത്തിൽ 2 പേരെയാണ് കർത്താവ് അനുഗ്രഹമായിട്ട് ഉയർത്തിയിരിക്കുന്നത്. ഒന്ന് പരിശുദ്ധ അമ്മയെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരഫലമായ ഈശോയെ. വാസ്തവത്തിൽ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ആവർത്തിച്ച് ചെല്ലുന്നത് വഴി എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. എന്തിനാണിത് ആവർത്തിച്ച് ചെല്ലുന്നതെന്നുള്ള എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു അവസാനമായി. കാരണം അനുഗ്രഹമായിട്ട് ദൈവം ഉയർത്തിയവരെ അനുഗ്രഹമായിട്ട് നമ്മൾ ഉയർത്തുമ്പോൾ നാമും അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനത്തിലൂടെ എനിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും അനുഗ്രഹമായിട്ട് വചനാനുസരണമായ ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ പറയും. അനുഗ്രഹമായിട്ട് ഉയർത്താൻ എന്തുകൊണ്ടും അർഹിക്കുന്ന യോഗ്യതയുള്ളവർ പരിശുദ്ധമ്മയും ഈശോയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ നന്മ നിറഞ്ഞ പറയും പ്രാർത്ഥന പിന്നീട് എനിക്ക് ബോധ്യത്തോടെ ചെല്ലാൻ പറ്റി. മറ്റത് വെറുതെ ഒരു ഒത്തിരി ചൊല്ലിക്കൂട്ടുക എന്നുള്ളൊരു പണിയാണ്. വലിയൊരു കൊന്ത ചെല്ലുകാരനൊന്നുമല്ല ഞാൻ. പക്ഷേ എനിക്ക് നന്മ നിറഞ്ഞ പറയും ചെല്ലിയാൽ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ അത് ബോധത്തോടെ ഈശോയെയും മാതാവിനെ അനുഗ്രഹമെന്ന് പ്രഖ്യാപിക്കുന്നൊരു പണി എൻ്റെ ജീവിതത്തിൽ ആരംഭിച്ചു. അങ്ങനെ എനിക്ക് നന്മ നിറഞ്ഞ പറയുമ്പോഴുള്ള ബാക്കി പ്രാർത്ഥനയെ, സഭയുടെ പ്രാർത്ഥന, സഭ നമ്മളെ പഠിപ്പിച്ച ഒരുക്കത്തിൻ്റെ പ്രാർത്ഥന, അങ്ങനെ നന്മ നിറഞ്ഞ പറയുമ്പോഴുള്ള പ്രാർത്ഥന എനിക്ക് ബോധപൂർവം ചെല്ലാനായിട്ടുള്ള കൃപ ആ വചനത്തിലൂടെ എനിക്ക് കിട്ടിയ കർത്താവ് ബോധ്യപ്പെടുത്തി തന്നതാണ്. അങ്ങനെ അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പരിശുദ്ധമായിട്ട് മധ്യസ്ഥ അപേക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ വിമല ഹൃദയത്തെ സമർപ്പിക്കുകയും അമ്മയുടെ കാപ്പയെങ്കിലുള്ള സംരക്ഷണം മേടിക്കുകയും ചെയ്യും. യാത്രയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും അമ്മയുടെ വിമല ഹൃദയത്തിൽ കൊടുക്കുകയും കാപ്പൻ കീഴിൽ സംരക്ഷണം മേടിക്കുകയും ചെയ്യും. ഇത് വലിയൊരു സംരക്ഷണത്തിൻ്റെ പ്രാർത്ഥനയാണ്. അമ്മ ഏൽപ്പിച്ചു കൊടുത്താൽ വലിയ സംരക്ഷണമാണ്, വലിയ കോൺഫിഡൻസ്. നമുക്ക് ഓടി എവിടെയും പോകാം ധൈര്യത്തോടെ. തന്നെയുള്ള എൻ്റെ യാത്രകളിലെല്ലാം ഞാൻ അമ്മയെ പിടിച്ച് എൻ്റെ കൂടെ ഇരുത്തും. യാത്രയിൽ അമ്മ കൂടെ ഉണ്ടായിരിക്കും. അമ്മയുടെ വലിയ സംരക്ഷണം എല്ലാ മേഖലയിലും അനുഭവിക്കുന്നത് കാണാം. വീട്ടിൽ നിന്ന് എന്ത് യാത്രയ്ക്കിറങ്ങിയാലും യാത്രയുടെ പ്രധാന ഒരു പ്രാർത്ഥന, യാത്ര ആരംഭത്തിൽ പ്രധാന പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടാണ്. ശുശ്രൂഷയിൽ ഏറ്റവും കൃത്യമായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കാനായിലെ കല്യാണത്തിന് അമ്മ കുറവ്, അവിടുത്തെ എന്താണ് കുറവെന്നുള്ളത് കണ്ടറിഞ്ഞ് അമ്മ ഇടപെടുന്നത് അമ്മയാണ്. അമ്മേ, ഞാൻ കുറവുള്ളവനാണ് അമ്മേ, ഈ ശുശ്രൂഷയിൽ അമ്മ ഇടപെടണം. കുറവുകൾ കണ്ടെത്തി അമ്മ എൻ്റെ ഈ ശുശ്രൂഷയിൽ ഇടപെട്ട് കുറവുകളെല്ലാം കണ്ടെത്തി അമ്മ നികത്തി തരണം. അമ്മ ഈ ശുശ്രൂഷയുടെ കാര്യസ്ഥയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കുന്ന ക്ലാസ്സുകളൊക്കെ അഭിഷേകമായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അമ്മ കുറവുകൾ കണ്ടെത്തി നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് എല്ലാം ക്രമപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഒരുക്കമില്ലാതെ ശുശ്രൂഷയ്ക്ക് പോയപ്പോഴത്തേക്കൊക്കെ ഞാൻ അമ്മയെ പിടിച്ച് ഏൽപ്പിക്കും, അമ്മയെ എൻ്റെ പോക്ക് ഇങ്ങനെയാണ്. അമ്മ ഇടപെടുന്ന കാണാം. അമ്മ ഇടപെട്ട് എല്ലാം മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റൊരു അനുഭവം പറയട്ടെ. ചില സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോയി കഴിയുമ്പോൾ പല ക്ലാസ്സുകളും ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി കിടക്കാൻ വന്നു കഴിയുമ്പോൾ ദേഹമാസകലം മസിൽ പെയിൻ, എനിക്ക് മസിൽ പ്രോബ്ലമൊക്കെ ഉണ്ട്. അപ്പം മസിൽ പെയിനാണ്, ചില ദിവസങ്ങളിൽ മസിൽ പെയിൻ വരും, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കും. അപ്പോൾ നാളെ പിറ്റേ ദിവസം വേറെ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ ക്ലാസ് കാണും. അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഒരു നിവൃത്തിയില്ല വരുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ പ്ലീസ് പരിശുദ്ധ അമ്മേ ഒന്ന് വന്ന് എൻ്റെ മസിൽ എൻ്റെ ദേഹത്തൊന്ന് തൂക്കമ്മേ, ഞാൻ അമ്മയുടെ മോൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ഓടുന്നത്, അമ്മ ഒന്ന് വന്ന് ഒന്ന് തലോടിയാൽ മതി, അമ്മ ഒന്ന് തൊട്ടൊന്ന് തലോടി തന്നാൽ മതി. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അല്പനേരം നന്മ നിറഞ്ഞറിവും ചൊല്ലി അവിടെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങുന്നത് കാണാം. നല്ല ഉറക്കം കിട്ടുകയും സുഖമായി കിടന്നുറങ്ങിയിട്ട് രാവിലെ സുഖമായി ഉണരുന്നത് കാണാൻ പറ്റും. എൻ്റെ ഫയലും നോക്കി എൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒത്തിരി ഹോർമോൺ ഇംബാലൻസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡൊക്കെ ഡാമേജ്ഡായി പോയി, ഹോർമോൺ ഇംബാലൻസ്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ കുടിക്കുന്ന വെള്ളം ശരീരത്തിൽ പിടിക്കണമെങ്കിൽ മരുന്ന് കഴിക്കണം. രാവിലെ 3.5 ഗുളിക, ഉച്ചയ്ക്ക് 1.5 ഗുളിക, വൈകിട്ട് 3 ഗുളിക. മസിൽ പ്രോബ്ലം ഉണ്ട്. എൻ്റെ ഫയൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിത്തം പിടിച്ച് വീട്ടിലിരിക്കേണ്ട ആളാണ്. പക്ഷേ 15 വർഷമായിട്ട് എന്നെ വീട്ടിലിരുത്താതെ കർത്താവിൻ്റെ ശുശ്രൂഷ കർത്താവ് കൊണ്ടു നടക്കുകയാണ്. ഈ ഓടിക്കൊണ്ട് നടക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംരക്ഷണം എനിക്ക് കിട്ടുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു, അമ്മയുടെ കാപ്പേൻ കീഴിൽ സംരക്ഷിക്കപ്പെടുന്നു. ഇത് വലിയൊരു അനുഭവമാണ്. ധാരാളം യാത്ര വേളകളിൽ, ശുശ്രൂഷ വേളകളിലെല്ലാം, കുടുംബത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം അമ്മയെ ഏൽപ്പിക്കുന്നത്, അമ്മയെ ഏൽപ്പിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിൽ കൊടുത്തിട്ട് അമ്മയുടെ കാപ്പയും കീഴിൽ സംരക്ഷണം മേടിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൃഷിയിടങ്ങളിലൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയെ എൻ്റെ കൃഷിയിടങ്ങളിലൂടെ അമ്മ നടക്കണമെന്ന് ഞാൻ പലപ്പോഴും അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് ദർശനം കിട്ടിയിട്ടുണ്ട് അമ്മ കൃഷിയിടങ്ങളിലൂടെ നടക്കുന്നതായിട്ട്. നടക്കുമ്പോൾ തന്നെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. മറ്റൊരനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്, ഓരോ ന്യൂറോ സർജറിക്ക് പോകുമ്പോഴെല്ലാം പ്രാർത്ഥിച്ച് ഒരുങ്ങും. അപ്പോഴെൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ല കൃപയുള്ള നല്ല വരദാനങ്ങളൊക്കെ ഉള്ള ടീമിനെയൊക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നുണ്ട്. ആദ്യത്തെ സർജറിക്ക് അങ്ങനെ കൊണ്ടുവന്നൊരു ടീം ഞാൻ ഓർക്കുന്നുണ്ട്, സർജറി നടത്തുന്നത് പരിശുദ്ധമ്മയാണെന്ന് അവർ പ്രവചിച്ചിട്ട് പോയി. പരിശുദ്ധമ്മയാണ് ഏറ്റെടുത്ത് എൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം പരിശുദ്ധമ്മ ഏറ്റെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്ത് കാര്യത്തിനും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം. പരിശുദ്ധമ്മ നമ്മളെ സംരക്ഷിച്ച് ഈശോയുടെ പക്കലേക്ക് എത്തിക്കും. പിതാവിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി വലിയ മധ്യസ്ഥമായി നിൽക്കും. നമ്മുടെ കുറവുകൾക്കെല്ലാം കണ്ടെത്തി നികത്താൻ അമ്മ കൂടെയുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായി നമ്മളെ വിശുദ്ധിയിൽ വളർത്താൻ, നമ്മളെ പ്രാർത്ഥനയിൽ വളർത്താൻ, കൃപയിൽ വളർത്താൻ, അഭിഷേകത്തിൽ വളർത്താനൊക്കെ ഏറ്റവും ഉചിതമായ ആളാണ് പരിശുദ്ധമ്മ. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് ഇടയാക്കും. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിന് വളരെ വ്യത്യസ്തമായ അഭിഷേകത്തിലും കൃപയിലും നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അമ്മയെ കൂട്ടുപിടിക്കുക. ഞാൻ അമ്മയുടെ വലിയൊരു കൂട്ടുകാരനെന്നുള്ള അഭിമാനവും ഇച്ചിരി അഹങ്കാരമാണെന്നറിയില്ല. ഞാൻ പക്ഷേ പരിശുദ്ധ അമ്മയുടെ വലിയ കൂട്ടുകാരനാണ്. ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നേരെ തിരിച്ച് ചിന്തിച്ചൊരാളായിരുന്നു ഓർക്കണം. നോൺ കാത്തലിക് കൂട്ടുകെട്ടുകളിൽ ഞാൻ അമ്മയെ ഇഷ്ടപ്പെടാതിരുന്ന ആളാണ്. പക്ഷേ എന്നെ കൃത്യസമയത്ത് അമ്മ ഇടപെട്ട്, കർത്താവ് ഇടപെട്ട് പരിശുദ്ധമ്മയുടെ വലിയൊരു കൂട്ടുകാരനായി കത്തോലിക്ക വിശ്വാസിയായി വളർത്താനായിട്ട് അമ്മ ഇടപെട്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുകയാണ്. നമുക്ക് എല്ലാറ്റിനും അമ്മയെ വിളിച്ച് മധ്യസ്ഥപേക്ഷിക്കാം. രക്ഷയുടെ ഉറപ്പാണ് അമ്മ, രക്ഷകനിലേക്ക് നയിക്കുന്ന ആളാണ് അമ്മ. നമുക്ക് അമ്മയെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാം.
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഞങ്ങളെ തൃക്കൈകളിൽ ഞങ്ങളർപ്പിക്കുന്നു. പരിശുദ്ധരാജ്ഞി കരുണ തന്നമ്മേ സ്വസ്തി, നിനക്കെന്നും സ്വസ്തി. ഈ